ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ അശ്വതി രാധികയെ കണ്ട കാര്യങ്ങളൊക്കെ ശ്യാമയോട് പറയുകയാണ്. ശ്യാമയ്ക്ക് രാധികയെ കുറിച്ച് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. രാധിക പറയുന്നുണ്ട്, മോളെ സ്കൂളിലെ കാര്യങ്ങൾ ഏൽപ്പിക്കണം, മോളാണെങ്കിൽ അമ്മയുടെ സ്കൂളിൽ തന്നെ ഉണ്ടാകട്ടെ എന്നൊക്കെ പറയുന്നു. അശ്വതി ഇപ്പോൾ പറയുന്നുണ്ട്, ഐശ്വര്യ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ രാധികയ്ക്ക് ഭീഷണിയാകുമെന്ന്. ശ്യാമ അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ സ്കൂൾ തുടങ്ങുന്ന കാര്യത്തോടൊന്നും ഐശ്വര്യട്ടത്തേക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല, അങ്ങോട്ടൊന്നും വന്നേക്കരുതെന്ന് പറഞ്ഞ് ഞാനും വിലക്കിക്കോളാമെന്നൊക്കെ പറയുന്നു. രാധിക വീട്ടിൽ പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ശ്യാമ ഫോൺ ചെയ്യുന്നുണ്ട്. ശ്യാമ രാധികയെ ഫോണിൽ കൂടി മോളെ എന്ന് വിളിക്കുന്നുണ്ട്. രാധിക അപ്പോൾ ആരാണെന്ന് ചോദിക്കുന്നു. ശ്യാമ ഇപ്പോൾ പറയുന്നുണ്ട്, മോളെന്ന് വിളിക്കാൻ അധികാരമുള്ള ആൾ തന്നെയാണെന്നൊക്കെ. പൂ വിൽക്കുന്ന സമയത്ത് അശ്വതി എന്നൊരാളിനെ പരിചയപ്പെട്ടില്ലേ, മോള് ജോലി ചോദിച്ചില്ലേ, അതിനുവേണ്ടിയാ വിളിച്ചതെന്നൊക്കെ പറയുന്നു. ശ്യാമ ചോദിക്കുന്നുണ്ട്, മോൾ ഒരുപാടൊന്നും പഠിച്ചിട്ടില്ലല്ലോ, മോൾക്ക് എന്ത് ജോലിയാണ് വേണ്ടതെന്നൊക്കെ ചോദിക്കുന്നു. രാധിക ഇപ്പോൾ പറയുന്നുണ്ട്, ഞാൻ ഒരുപാടൊന്നും പഠിച്ചിട്ടില്ല, എന്ത് ജോലിയായാലും കുഴപ്പമില്ല, കഷ്ടപ്പെടാൻ ഞാൻ തയ്യാറാണെന്നൊക്കെ പറയുന്നു. ശ്യാമ പറയുന്നുണ്ട്, മോള് പാട്ട് പാടുകയും ഡാൻസ് കളിക്കുകയും ഒക്കെ ചെയ്യത്തില്ല എന്നൊക്കെ. രാധിക ഇപ്പോൾ പറയുന്നുണ്ട്, ഞാൻ ശ്യാമ മേഡത്തിന് വേണ്ടി പാട്ട് പാടി, അതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്, പക്ഷെ ആ മേഡത്തെ എനിക്ക് കാണാൻ പറ്റിയില്ലെന്നൊക്കെ പറയുന്നു. ശ്യാമ മേഡത്തിന് എനിക്ക് ഒരുപാട് ഇഷ്ടവും ഞാൻ ആരാധിക്കുന്നവരുമാണെന്നൊക്കെ പറയാണ്. ശ്യാമ ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, മോൾ ശ്യാമ മേഡത്തെ ആദ്യമായിട്ട് കാണുമ്പോൾ എങ്ങനെയാണ് പെരുമാറുന്നതെന്ന്. രാധിക ഇപ്പോൾ പറയുന്നുണ്ട്, മേഡത്തെ ഞാൻ കുറച്ചു നേരം അങ്ങനെ തന്നെ നോക്കി നിൽക്കുമെന്ന്, അതിനുശേഷം അനുവദിക്കുകയാണെങ്കിൽ കയ്യിലൊന്ന് തൊടുമെന്നൊക്കെ പറയുന്നു. എനിക്ക് കെട്ടിപ്പിടിച്ച് ആ കവിളിൽ ഉമ്മ കൊടുക്കാനൊക്കെ തോന്നുമെന്നൊക്കെ പറയുന്നുണ്ട്. ശ്യാമയ്ക്ക് അത് കേൾക്കുമ്പോൾ കണ്ണ് നിറയുന്നുണ്ട്. ശ്യാമ ഉടനെ തന്നെ രാധികയ്ക്ക് ഫോണിൽ കൂടെ ഉമ്മ കൊടുക്കുകയാണ്. ശ്യാമ പറയുന്നുണ്ട്, ശ്യാമ മേഡത്തിന് വേണ്ടി ഞാൻ ഉമ്മ തന്നതുപോലെ മോൾ കരുതിയാ മതിയെന്നൊക്കെ. ശ്യാമ പറയുന്നുണ്ട്, ഞാനൊരു മ്യൂസിക് സ്കൂൾ തുടങ്ങുന്നുണ്ട്, മോൾ അവിടെ പാട്ട് പഠിപ്പിക്കാനായിട്ട് വന്നോളാം എന്നൊക്കെ പറയുന്നു. മോൾക്ക് സമ്മതമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. രാധിക എപ്പോൾ പറയുന്നുണ്ട്, ഞാൻ എന്തായാലും അച്ഛനോടൊന്ന് ചോദിച്ചിട്ട് പറയാമെന്നൊക്കെ. പെട്ടെന്ന് മുത്തശ്ശി അവിടേക്ക് വന്നിട്ട് രാധികയെ വഴക്ക് പറയുന്നുണ്ട്. രാധികയോട് ചോദിക്കുന്നുണ്ട്, നീ രാത്രിയിൽ ആരോടാണ് ഫോണും സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത്, ഈ പാത്രങ്ങളൊക്കെ പെട്ടെന്ന് കഴുകി തീർത്തേക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് വഴക്ക് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. മുത്തശ്ശി രാധികയെ വഴക്ക് പറയുന്നത് ശ്യാമയും ഫോണിൽ കൂടെ കേൾക്കുന്നുണ്ടായിരുന്നു. രാധിക ശ്യാമയോട് പറയുന്നുണ്ട്, കുറച്ച് പണിയുണ്ട്, ഞാൻ ഫോൺ വെക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നു. ശ്യാമയ്ക്ക് സങ്കടമാകുന്നുണ്ട്. ആരാണ് രാധിക മോളെ വഴക്ക് പറഞ്ഞതെന്നൊക്കെ ആലോചിക്കുകയാണ്. ശ്യാമ അശ്വതിയോട് പറയുന്നുണ്ട്, മോളെ ആരോ മുത്തശ്ശി വഴക്ക് പറയുന്നത് ഞാൻ കേട്ടെന്നൊക്കെ, ഫോൺ സംസാരിക്കുമ്പോഴാണ് വഴക്ക് പറഞ്ഞതെന്നൊക്കെ പറയുന്നു. അശ്വതി അപ്പോൾ സമാധാനിപ്പിക്കുന്നുണ്ട്. വീട്ടിൽ മുത്തശ്ശിമാരായാൽ അങ്ങനെയൊക്കെയല്ലേ, ചിലപ്പോൾ വഴക്കൊക്കെ പറഞ്ഞെന്നിരിക്കും, അതൊന്നും കാര്യമാക്കണ്ട എന്നൊക്കെ പറയുന്നു. ശ്യാമ മോളോട് സംസാരിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. അശ്വതി അപ്പോൾ പറയുന്നുണ്ട്, ശ്യാമയ്ക്ക് ഇപ്പോൾ ഒരുപാട് സന്തോഷമായല്ലോ, ഇപ്പൊ മോളോട് സംസാരിക്കാനും പറ്റിയല്ലോ എന്നൊക്കെ പറയുന്നു. രാധിക അച്ഛനോടും അമ്മയോടും ജോലിക്കാര്യത്തെ കുറിച്ച് പറയുന്നുണ്ട്. അച്ഛൻ അപ്പോൾ പറയുന്നുണ്ട്, ഇത് നല്ല കാര്യമാണല്ലോ എന്നൊക്കെ. അമ്മയും പറയുന്നുണ്ട്, ഇത് നല്ല കാര്യമാണ്, നിന്റെ വഴി സംഗീതമാണെന്നാണ് തോന്നുന്നതെന്നൊക്കെ പറയുന്നു. മുത്തശ്ശിക്ക് പക്ഷെ ഇഷ്ടപ്പെടുന്നില്ല. മുത്തശ്ശി പറയുന്നുണ്ട്, ആരാണെന്ന് അറിയാതെയാണോ ഇങ്ങനെയൊക്കെ ജോലിക്ക് വിടുന്നതെന്നൊക്കെ ചോദിക്കുന്നു. നാളെ ഇവളെ തിരക്കി ആണുങ്ങൾ ആരെങ്കിലും വരത്തില്ലെന്ന് ആര് കണ്ടെന്നൊക്കെ പറയാണ്. തിരുമേനി അപ്പോൾ പറയുന്നുണ്ട്, നമുക്കറിയുന്നിടത്താണോ എല്ലാവർക്കും ജോലി കിട്ടുന്നതെന്നൊക്കെ. പ്രിയങ്ക തിരുമേനിയെ ഫോൺ ചെയ്യുന്നുണ്ട്. തിരുമേനിയെ ഫോൺ ചെയ്തിട്ട് അമേരിക്കയിൽ പോകുന്ന കാര്യമെല്ലാം പറയുകയാണ്. ഞാനും വരണം, പെട്ടെന്ന് തന്നെ അമേരിക്കയ്ക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണെന്ന് പറയുന്നു. മുത്തശ്ശി അപ്പോൾ പറയുന്നുണ്ട്, അത് നല്ല കാര്യമാണ്, ഇവിടെ നിന്ന് പോകുന്നതാണ് നല്ലതെന്നൊക്കെ പറയുന്നു. പ്രിയങ്ക പറയുന്നുണ്ട്, എന്തായാലും ഇനി ഞങ്ങൾക്ക് അങ്ങോട്ട് വരാൻ സമയമില്ല, ഞങ്ങൾ പോകുന്ന സമയത്ത് മുത്തശ്ശിയും അച്ഛനും അമ്മയും അങ്ങോട്ട് വരണമെന്നൊക്കെ പറയാണ്. തിരുമേനി അപ്പോൾ ചോദിക്കുന്നുണ്ട്, രാധിക മോൾ വരണ്ടെന്നൊക്കെ. പ്രിയങ്ക അപ്പോൾ പറയുന്നുണ്ട്, അത് വന്നില്ലേലും വലിയ പ്രശ്നമില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നു. രാധിക സങ്കടത്തോടെ അകത്തേക്ക് പോകുന്നുണ്ട്. രാധിക റൂമിൽ പോയിട്ട് മനസ്സിൽ വിചാരിക്കുകയാണ്, ഇത്ര പെട്ടെന്ന് വരുൺ എന്തായിരിക്കും അമേരിക്കയ്ക്ക് പോകുന്നതെന്നൊക്കെ. രാധിക വിചാരിക്കുകയാണ്, ഞാൻ എന്തിനാണ് അതൊക്കെ ഓർത്ത് വിഷമിക്കുന്നത്, പോകുന്നെങ്കിൽ പോകട്ടെ, അവര് സന്തോഷമായിട്ട് ജീവിക്കട്ടെ എന്നൊക്കെ വിചാരിക്കുന്നു. വരുൺ രാധികയെ ഫോൺ ചെയ്യുന്നുണ്ട്. രാധികയോട് പറയുന്നുണ്ട്, ഞാൻ അമേരിക്കയിൽ പോവുകയാണെന്ന്. എന്റെ മരണം കൊണ്ടുപോലും എനിക്ക് തന്നെ മറക്കാൻ പറ്റത്തില്ല, ഞാൻ തന്നെ അത്രയ്ക്ക് ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. എന്നെങ്കിലും ഒരിക്കൽ തനിക്കത് മനസ്സിലാകുമായിരിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണ്. ഫോൺ വെച്ചതിന് ശേഷം രാധിക ഒരുപാട് കരയുന്നുണ്ട്. വരുണും ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുന്നു. അടുത്ത ദിവസം യശോദയും രാധികയും കൂടെ ശ്യാമയുടെ സ്കൂളിലേക്ക് ചെല്ലുകയാണ്.
അവിടെ രണ്ടുപേരെയും കാത്ത് അശ്വതി ഉണ്ടായിരുന്നു. അശ്വതി പറയുന്നുണ്ട് മേഡത്തെ കാണാമെന്ന്. രണ്ടുപേരെയും ശ്യാമയുടെ അടുത്തേക്കാണ് കൂട്ടിയിട്ട് പോകുന്നത്. ശ്യാമ പർദ്ദ ഇട്ടിട്ടിരിക്കുകയാണ്. ശ്യാമ രാധികയോടും യശോദയോടും ഇരിക്കാൻ പറയുന്നുണ്ട്. രാധികയോട് പറയുന്നുണ്ട് ഇന്നലെ ഫോണിൽ സംസാരിച്ചത് ഞാനായിരുന്നു എന്ന്. രാധിക പറയുന്നുണ്ട് ഇത്രയും വലിയ സ്കൂളാണെന്നൊന്നും ഞാൻ കരുതിയില്ല. ഈ സ്കൂളിന്റെ വലിപ്പം വെച്ച് എനിക്കിവിടെ പഠിപ്പിക്കാൻ അത്ര അറിയത്തൊന്നുമില്ലെന്നൊക്കെ പറയുന്നു. എനിക്ക് വേറെ എന്തെങ്കിലും ജോലി തന്നാൽ മതി, മേഡത്തിന് സഹായമായിട്ട് ഞാൻ നിന്നോളാം എന്നൊക്കെ രാധിക പറയുന്നുണ്ട്. അശ്വതി അപ്പോൾ രാധികയോട് പറയുന്നുണ്ട് ഈ സ്കൂളിന്റെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചിരിക്കുന്നത് മേഡം എന്നെയാണ്. ഞാൻ മിക്കപ്പോഴും മേഡത്തിന്റെ കൂടെ തന്നെ യാത്രയിലായിരിക്കും. ആ ഒരു സിറ്റുവേഷനിൽ സ്കൂളിലെ എല്ലാ കാര്യങ്ങളും ചുമതല ഏറ്റെടുത്ത് നടത്തേണ്ടത് രാധിക തന്നെയായിരിക്കുമെന്ന് പറയുന്നു. അശ്വതി പറയുന്നത് കേട്ടിട്ട് യശോദയ്ക്കും രാധികയ്ക്കും വിശ്വസിക്കാൻ പറ്റാതെ പരസ്പരം നോക്കുകയാണ്. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്